Smell ഉണ്ടാകുന്ന സഹിക്കത്തില്ല. Rhea Thomas. Shut up! No, don't. She was like. Shut up, mate. Dad didn't stop the recording. Shut up, yeah. mate. Rhea's farts are the No, I worst. don't. Shut Shut up. up. The race stick mum. Mum, can you remember when she used to fart as a child? Well, still does. Yes. No, I don't. As long as you like talk over him. She's still a child. No, I don't. It does reek. No, I don't. Didn't you say that it was പ്രത്യേകിച്ച് ഇപ്പൊ ഇഷ്ടംപോലെ മുട്ട ഇടാൻ natural തന്നിട്ടുണ്ട്. and all that? മാഗ്സീൻസ് കേൾക്കുമ്പോ എന്നെ ഏതോ ഒരു സിനിമക്കകത്ത് ഒരു അയാള് പറയുന്ന പോലെ ഞാൻ പൊട്ടറ്റോയും പരിപ്പും ഒഴിച്ച് റിസ്ക് എടുക്കുന്നില്ല. Just got her own shit. What? I did? Well, I didn't realise. വെയിലിങ് ഉദിച്ചു വന്നോണ്ട് എന്താ രസം. They can't actually hear you from all the way up. രണ്ട് വണ്ടിക്ക് പോകേണ്ട വഴി ഇല്ലേ? താഴെയാണെങ്കിൽ ഭയങ്കര കൊപ്പയ. ആ അതുണ്ടോ ആ വില്ലേജ് വഴി വളരെ ഇതില് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വർഷാവർഷം ബ്രേക്ക് ലൈനർ മാറേണ്ടി വരും. എന്നാലായിരുന്നു ബ്രേക്ക് മാറേണ്ടി വരുന്നു. ബ്രേക്ക് ഫുൾ ടൈം ചവിട്ടി പിടിച്ചോണ്ടിരിക്കുമല്ലേ. ഇവിടുന്ന് താഴെ ചെല്ലുമ്പോഴത്തേക്കും ഡ്രമ്മ് ചൂടാവും. റൈറ്റ് ഹാൻഡ് സൈഡ് ആട്ടോ വണ്ടി ഓടിക്കണം. കുളിച്ചു കഴിഞ്ഞപ്പോ എല്ലാം റീസെറ്റ് ആയ ഇന്നലെ കിറങ്ങിയിരിക്കുമായിരുന്നു. ഇന്നലെ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പെട്രോൾ തീർന്നു, ഡീസൽ തീർന്നു പോയി കഴിഞ്ഞാൽ ഈ പെട്രോൾ വണ്ടിയുടെ പെട്രോൾ തീർന്നാലും കുഴപ്പമില്ല. ഡീസൽ വണ്ടിയുടെ ഡീസൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കമ്പനിയിൽ നിന്ന് ആള് തന്നെ അങ്ങനെയാണ്. എൻ്റെ അകത്ത് എയർ കംപ്ലീറ്റ് വലിച്ചോളും. Oh yeah, Dad. കാര്യം തുറന്നു കേട്ടോ. 50 ലിറ്റർ താഴെയാണ് ഡീസൽ. 50 ലിറ്ററിലും വേണമെന്നാ പറഞ്ഞത്. ആ ഇറങ്ങേണ്ട കാര്യമില്ല. അതല്ലേ എന്തിറങ്ങുമ്പോൾ കടിച്ചാൽ മതി. എന്നാ പോണ വഴിക്കും അറിയാതെ വെറുതെ 12 മൈൽ പോയി ഫുള്ളാണോ ഇപ്പം? ടൈറ്റ് ഫിറ്റ് ഫുൾ അടിച്ചു കുലുക്കി കയറ്റ. ഇതുകൊണ്ട് കറക്റ്റ് 500 മൈൽ ഓടും. Is it cheap? Nice. ഏ? Price cheap. 1.3 സംതിങ് അല്ലേ? 1.4 ആണ്. 140. നമ്മുടെ അടുത്ത് തന്നെ ഒരു €1.40 അല്ലേ? നമ്മുടെ വണ്ടിക്ക് നന്നായിട്ട് ഇത് കിട്ടുന്നുണ്ടായിരുന്നു. 5 പേരിലിരിക്കണല്ലോ, 8 പേരിരിക്കണല്ലോ. അങ്ങനെ വ്യത്യാസം വരും അല്ലേ? മുകളിലെ സാധനം ഇരിക്കില്ലേ. പക്ഷെ എൻ്റെ മൈക്രോയ്ക്ക് ഭയങ്കര ചെറുതാ പെട്രോളാണ്. Milk is a shit car. മൈക്രോ ആയിട്ട് ക്രൂലേക്ക് പോകാം. നമുക്ക് മാറ്റിയെടുത്തോണ്ട് പോയേക്കാം. Yeah, come on. Let's go. Do it. Can't we? Can you get me a car as well? കൊച്ചാണിയോട് പറഞ്ഞു പൈസ കൊണ്ട് തരാന്ന് പറഞ്ഞു. പിന്നെ മേടിക്കാൻ 3000 ആ വണ്ടിക്ക് ഒരു 3000 രൂപ തടങ്ങണ്ടല്ലോ അവന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു വേണ്ട, പിന്നെ കൊടുക്കാനൊക്കെ Mum, can you buy me a car from school as well? പിന്നെ Come on. സ്വന്തമായിട്ട് To get to college and back. I'll take you to Birmingham. I don't care. സ്വന്തമായിട്ട് പഠിച്ച് ഇനി വേണ്ട സാധനങ്ങൾ അവരെ തരാനുണ്ടായിരിക്കും. To Birmingham. I'm free. I don't want you to have. Thank you. Whenever you want, when I'm free, I can be asked. Come on. Please. I'll pay you back there. ഞാനേ ഇഷ്ടംപോലെ ചാൻസ് നന്നായിട്ട് പഠിക്കുക. നീ തീരുമാനിക്കുക നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. If you can Okay? get a car on It's up to you what you want in your life and how do you live. That's it. നിങ്ങളൊക്കെ ഇല്ല എത്ര വർഷം കഷ്ടപ്പെടണം? 2, 4, 5, ഒരു 7 വർഷം 6-7 വർഷം കഷ്ടപ്പെടുന്നതിനാണല്ലോ സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സൗകര്യം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇവർക്കൊക്കെ ഒരു ബേസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. ഡൈനി 6 വർഷം കഷ്ടപ്പെട്ടാൽ മതി പിള്ളേര്. 1 വർഷത്തെ +2 അജീഷും മിൻസും. ശരി. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ അമ്മാവന്റെ മോന് ഇവരുടെ അത്ര ഇപ്പം കൂടിയില്ല, തീരെ ചെറിയ പിള്ളേരാണ്. അപ്പൊ അവന് ഡോക്ടറാ GP ആയിട്ട് ഇത് കിട്ടി. അതാ ഞാൻ പറഞ്ഞേ
ആ ഒരു 6 വർഷം ഈ പിള്ളേർ കഷ്ടപ്പെട്ടാൽ മതി. ശരിക്കും നിങ്ങൾക്ക് നല്ല പൊസിഷനിലെത്താം, നല്ല ലൈഫായിട്ട് നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യുകയും ചെയ്യും. നിങ്ങളെപ്പോലെ ഇത്രയും കഷ്ടപ്പെടുകയും ചെയ്യണ്ട. അവൻ വണ്ടിയൊക്കെ വാങ്ങിച്ചല്ലേ? അവൻ സ്വന്തമായിട്ട് ബെൻസ് മേടിച്ചു. മേടിച്ച് അപ്പനും കൊടുത്തു. ബെഞ്ച് പഠിച്ചപ്പനും എടുത്തോ? എന്തുകൊണ്ട്? നിങ്ങളെപ്പോലെ എല്ലാവരും ഒലിവിയ എൽട്ടനൊക്കെ വന്നില്ലേ ചേച്ചി? എത്രയാണെന്നുണ്ടോ നിങ്ങള്? ഈ അഡീഷണൽ ബിൽസിന് 6 വർഷം കഷ്ടപ്പെട്ടാൽ മതി. ഇനി 6 വർഷം ശരിക്കും ഹാർഡ് വർക്ക് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം. നല്ല പൊസിഷനിൽ നല്ല ജോലിയും കിട്ടും. അവരെ പെൺപിള്ളേർക്ക് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കണം. ബാക്കി കാര്യങ്ങൾ കണ്ട ഇവിടെ കഴിഞ്ഞിട്ട് വന്നതല്ലോ അല്ലേ? നല്ല വഴി എത്തി, കൊണ്ടുവരത്തില്ലേ? എന്ത് രസമല്ലേ കാണാൻ. Papa, who's the Arjun's name? You. Yeah, you guys pronounced. You wanted to... Is that the guy who wanted to do it? No, that was. ഒരു തരംഗം കഴിയുമ്പോ അടുത്ത് തുടങ്ങും. നാച്ചുറൽ ആയിട്ടാണ് അത് ഉണ്ടാക്കിയ ആ പാറയുടെ. ഇനി ഇവിടെ ഒക്കെ ഡെവലപ്പ് ആവുമായിരിക്കും അല്ലേ? റോഡുകളൊക്കെ വന്നേ റോഡുണ്ടല്ലോ, അടിച്ചിട്ട് കൊണ്ടുവരും. മുകളിലേക്ക് കണ്ടാൽ കയറി വീതി കൂട്ടിലാണ്. വീതി ഇന്നലെ കൂട്ടില്ല. കയറിയ റോഡൊക്കെ ചിലപ്പോൾ ടാർ കയറി. വീതി കൂട്ടാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? അല്ലാതെ ഇതിങ്ങനെ ഇവര് പ്രിസർവ് ചെയ്തേക്കുന്നതായിരിക്കും ചിത്ര ഇതായിട്ടേ. എന്ത് രസം അതല്ലേ. ഫോറസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ? Get to... ഏ? Where did they just get to in here? അവരൊക്കെ അറിയാമായിരുന്നു. അവരവിടെ എത്താറാകുമ്പോൾ നമ്മളിവിടെ നിന്ന് തുടങ്ങി. ചേച്ചി ഇവരെ വിളിച്ച് പറഞ്ഞായിരുന്നോ? 1 മണിയായിട്ടാ. ജോമിനെ വിളിക്കണം അല്ലേ? 1 മണി ഇപ്പൊ എവിടെ പെട്രോൾ പമ്പിൽ കയറി കിടന്നോ? ആ, ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്? 6 മണിക്ക്. രാജുവാണോ ഓടിച്ചത്? ഒരു പക്ഷെ എങ്ങും വേറെ ഇറങ്ങിയൊന്നും കണ്ണൊന്നും കണ്ടിട്ടൊന്നുമില്ല. ആണോ? ഞങ്ങളുടെ കുറിഞ്ഞോടൊപ്പം ആയിരിക്കും കൊമ്പോടിയൊക്കെ അവരവിടെ എത്തുന്നത്. സർക്കസുമായിട്ട് ഫ്രാൻസ് കാണും. പാരിസ്. പക്ഷെ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ശരിയാ കേട്ടോ. പാരീസ് കയറിയിട്ട് അവർക്ക് പോയാൽ മതി. Yeah. I've got a friend in Paris. പക്ഷെ അവരിറങ്ങില്ല. അവരിറങ്ങത്തില്ല. ആദ്യം ഉത്തരം അങ്ങനെ Yeah, wasn't it called? No, you know, the French exchange girl. എന്നാലും രസമായിരുന്നു അല്ലേ എല്ലാരും കൂടെ. That's nice. ബാർസലോണയിൽ വേറെ കാർഡ് സെന്റർ വരെ കൊടുത്തിട്ടുണ്ടോ? അതിന് ഇത് ബാർസലോണയിൽ കാർഡ് സെന്റർ കൊടുത്തിട്ടുണ്ടോ? എല്ലായിടത്തും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുത്ത് വെച്ചു. അവർ പക്ഷേ ഒരു AC യുടെ പൈസ എടുത്തില്ല. നമ്മളത് പറഞ്ഞില്ല. അത് അവരുടെ ആവശ്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആ മനുഷ്യനുണ്ടാവും നമ്മളെ കൊണ്ട് ലാസ്റ്റ് പിന്നെ നമ്മുടെ പൈസ തിരിച്ചു തന്നെ. ഒരു ദിവസം 10 രൂപ 20 രൂപ കൊടുക്കേണ്ടുള്ളൂ. പക്ഷെ ആള് ചോദിച്ചു നമ്മളവിടെ പറഞ്ഞില്ലേ ഈ ഉച്ചോടത്ത് എങ്ങനെ കിടന്നിറങ്ങണേ AC ഇല്ലാതെ. Well, you gave money back? ആള് ചോദിച്ചില്ല. Oh, did you give the money back? The AC money? AC ഇല്ല. ഫുള്ള് ഡെപ്പോസിറ്റ് തിരിച്ചു തന്നു. എല്ലായിടത്തും ഡെപ്പോസിറ്റ്. ഇവിടെയും ഡെപ്പോസിറ്റ് എഴുതി വെക്കേണ്ടതാണ്. ഇവിടെ 260 രൂപ ഡിപ്പോസിറ്റ്. അത്രയും നമ്മുടെ അത്രയും പൈസ അല്ലേ? What?
looking back all the time. ഇല്ല നമ്മുടെ അക്കോമഡേഷൻ 198 പൗണ്ടേ ഉള്ളൂ. ജോഷ് കൊടുത്തിട്ടുണ്ടോ? ആണോ? 98 പൗണ്ടും പിന്നെ ടാക്സ് ആ ടാക്സ് എഴുതുമായിരുന്നു. അഡൽട്ട് എത്ര ആയിരുന്നോ ആർക്കും ഒരു പൗണ്ട് വെച്ച്. ഇത് പാല നെല്ലാപ്പാറ വള പോലെ ഉണ്ട്. ഇത് സീഡിയലാക്കണേ. ഏ? അതെ. എന്റെ ഫോണിന്റെ വേണ്ടാത്ത ഫോട്ടോ ഡിലീറ്റ് തരാം കേട്ടോ. നല്ലത് മാത്രമേ വേണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ One SD card in, so you get more room. ഒരെണ്ണം തന്നെ ഞാനെടുത്ത ഒത്തിരി വന്നിട്ടില്ല. അങ്ങനത്തെ ഞാൻ പറഞ്ഞു. മജീഷ്യനെ മിണ്ടാതിരി ഉറങ്ങണം. നമ്മൾ ഇതുപോലത്തെ കയറ്റം കയറിയില്ല അങ്ങോട്ട് പോയത്. തിരിച്ചിറങ്ങണം വലിയ തോന്നില്ല അല്ലേ? ഇപ്പൊ 1 പ്രാവശ്യം ഓടി കഴിഞ്ഞിട്ട് അത്ര കുഴപ്പമില്ലായിരിക്കും. തിരിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് ഔട്ടറാണ് കൂടുതൽ. നമ്മൾ അങ്ങ് കയറുന്ന നമ്മൾ ഓൾറെഡി ടയർഡായിരുന്നു ചേച്ചി. കേറുമ്പോ അല്ലേ? കയറുമ്പോ നമുക്ക് അത്ര എന്തോ വണ്ടിയിൽ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ചിലവായില്ലേ. എല്ലാ വശത്തും പുറത്തും പോയി. 2-3 ഹോട്ട് ഡോഗ് വെച്ചാൽ കഴിക്കുന്നത്. ഇനി അടുത്ത ബ്രേക്ക് നിർത്തുമ്പോൾ വേണമെങ്കിൽ പാസ്ത കഴിക്കണം. അല്ലെങ്കിൽ അത് ഞാൻ ബേക്കത്തിൽ കഴിക്കുമ്പോൾ വെള്ളം അങ്ങ് കഴിക്കും. ഓൾറെഡി പാസ്ത ഞാൻ സാറിന് പാസ്ത വെള്ളം തെളിച്ചിട്ട് അതിലേക്ക് ഇടുക ചെയ്യുന്നത്. അതിന് വെള്ളത്തിലേക്ക് വെച്ചല്ലേ ഇതാക്കി. വെള്ളം താഴ്ച കഴിയുമ്പോൾ ഇട്ടിട്ട് ഉപ്പിടാനും പറഞ്ഞു പോയായിരുന്നു. ഞാൻ ഉപ്പിടാറില്ല ചേച്ചി. ഇല്ലേ? ഞാൻ ആ ഗ്രേവി ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് ഉപ്പിടുള്ളൂ. ഉപ്പ് തീരെ കുറവാണ് ഞങ്ങൾക്ക്. നല്ല പക്ഷേ ഇന്ത്യൻ ബൈക്ക് വരുന്നതാണ്. ഇന്നലെ ആ പാട്ടൊക്കെ കൊള്ളായിരുന്നു അല്ലേ വൈകിട്ട്? ആ നല്ലതായിരുന്നു അത്. എനിക്ക് ഓരോ ദിവസം ഓരോ പ്രോഗ്രാം ഉണ്ട്. ആ പേപ്പർ ഒന്നേൻ്റെ തന്നെ എൻ്റെ ഒരു പേപ്പർ ഒന്നില്ലേ എന്നതുണ്ട്. അത് നമ്മുടെ എന്നാ ഇംഗ്ലണ്ടിലെ പഴയ പബ്ബുകൾ ഇങ്ങനെയാന്ന് പറയുന്നത്. പഴയ ടൈപ്പ് പബ്ബുകളുണ്ടല്ലോ, അങ്ങനെ ആൾക്കാരൊക്കെ കൂടിയിരുന്നേ അവര് പഴയ പാട്ടുകളൊക്കെ പക്ഷെ അവർക്ക് ബിസിനസ്സുവാ. ബിസിനസ്സും അപ്പൊ കൂടുതൽ ഡ്രിങ്ക്സ് ആൾക്കാർ എടുക്കുള്ളൂ. ആ പിസ്സാക്കാർക്ക് എന്ത് പൈസയാ അവിടെ വന്നവരെല്ലാം പിസ്സ. ആ അതേ പറഞ്ഞു. അന്നേരം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുവാണേ. ശരി നൂല് പോലെ ഉള്ളൂ. പപ്പടത്തിന് കാര്യമേ ഉള്ളൂ. ഇത് ഒരാൾക്കുള്ള പൈസയിൽ അവരെ ഉണ്ടാക്കണം. ഒരാൾക്കാണ് ഒരെണ്ണം. ഒരാൾ ഒരു 8.5 അല്ലേ? പല പല പരിപാടി ഉണ്ട്. പിസ്സായേ അങ്ങ് മുകളിലൊരു വീടിരിക്കുന്നുണ്ട്. അങ്ങ് മുകളിൽ ഇവിടെ നാളത്തേക്ക് നോക്കിയാൽ ഒരു ഫോട്ടോ എടുത്തപ്പോ കണ്ടു വരുന്നില്ലേ? ആ വില്ലേജിന്റെ ഫോട്ടോ ഇട്ടുണ്ട്. എടുക്കാൻ കാണണ്ടേ. കൊച്ചിനാണെങ്കിൽ പറയാൻ എന്നെ പേടിയായിരുന്നു. അപ്പുറത്ത് ഞാൻ നടുക്കായപ്പോ രണ്ടുപേർക്കും പേടിയായിരുന്നു. കൊച്ചിനാണെങ്കിൽ പുറത്തോട്ട് നോക്കത്തില്ല. ഞാൻ നടുക്കായപ്പോ ഞാൻ പറഞ്ഞു മാറിയിരിക്കാനും പറ്റത്തില്ല. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചേച്ചി മാറിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമല്ലോ. ഇവിടെ നിർത്തിയാൽ പറയാമെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. കൊച്ചിനാണെങ്കിൽ അതിലും പേടി. താഴോട്ട് നോക്കുമ്പോഴത്തേനും അവരിങ്ങനെ കണ്ടില്ല.